ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എൽ എം തിങ്. നമ്മളിന്ന് 9ാം ക്ലാസ്സിലെ 6ാമത്തെ യൂണിറ്റ് ആയ സിമിലർ ട്രയാങ്കിൾ സദൃശ ത്രികോണങ്ങൾ എന്ന പാഠഭാഗത്തിലെ പേജ് 105-ലെ 2ാമത്തെ ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചോദ്യം വായിക്കാം. 2ാമത്തെ ചോദ്യം: ഇൻ എ റൈറ്റ് ട്രയാങ്കിൾ ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സ്ക്വയർ കോർണർ ടു ദ ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡ്സ് ഇറ്റ് ഇൻടു പീസസ് 2 സെന്റിമീറ്റേഴ്സ് ആൻഡ് 3 സെന്റിമീറ്റേഴ്സ്. നമുക്ക് ഫിഗറിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് 2 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ 90 ഡിഗ്രി എന്ന ഒരു പെർപെൻഡിക്കുലർ വരച്ച് ഇതിനെ 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് പാർട്ട്: പ്രൂവ് ദാറ്റ് ദ 2 സ്മോളർ റൈറ്റ് ട്രയാങ്കിൾസ് ഫോംഡ് ബൈ ദീസ് പെർപെൻഡിക്കുലർ ഹാവ് ദ സെയിം ആംഗിൾസ്. ഈ പെർപെൻഡിക്കുലർ കൊണ്ട് ഡിവൈഡ് ചെയ്ത 2 ചെറിയ ട്രയാങ്കിളിനും ആംഗിൾസ് എല്ലാം ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. രണ്ടാമത്തെ പാർട്ട്: ടേക്കിംഗ് ദ ഹൈറ്റ് ഓഫ് ദ പെർപെൻഡിക്കുലർ ആസ് എച്ച്. ഈ ലംബത്തിന്റെ നീളം എച്ച് എന്ന് എടുത്തിട്ട് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? h/2 ഈക്വൽസ് 3/h എന്ന് പ്രൂവ് ചെയ്യണം. മൂന്നാമത്തെ ചോദ്യം: കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ് ഓഫ് ദ ഒറിജിനൽ ലാർജ് ട്രയാങ്കിൾ. അതായത് ആദ്യത്തെ വലിയ ട്രയാങ്കിൾ ഇല്ലേ, അതിന്റെ നമുക്ക് ഒരു സൈഡിലേ അറിയാം, മറ്റ് 2 സൈഡുകൾ കൂടി കണ്ടുപിടിക്കണം. ഇനി നാലാമത്തെ ചോദ്യം: പ്രൂവ് ദാറ്റ് ഇഫ് ദ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സ്ക്വയർ കോർണർ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ടു ദ ഹൈപ്പോട്ടന്യൂസ് is h and it divides the hypotenuse into pieces of length a and b, then h square is equal to ab. ഇവിടെ a എന്ന്, ഇവിടെ b എന്ന്, ഇവിടെ h എന്ന് എടുത്ത് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? h square is equal to ab എന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഫിഗർ വരച്ചിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് പാർട്ട് ചെയ്യാം. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? പ്രൂവ് ദാറ്റ് ദ 2 സ്മോൾ റൈറ്റ് ട്രയാങ്കിൾസ്, ഈ 2 റൈറ്റ് ട്രയാങ്കിളിന്റെയും ആംഗിൾസ് ഈക്വൽ ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് ഇതിന്റെ പേര് കൊടുക്കാം. എ ബി സി, ഇവിടെ ഡി എന്ന് പേര് കൊടുക്കാം. ആദ്യം ട്രയാങ്കിൾ എ ബി ഡി എടുക്കാം. ഇൻ ട്രയാങ്കിൾ എ ബി ഡി, ആദ്യം നമുക്ക് ട്രയാങ്കിൾ എ ബി ഡി എടുക്കാം. ആംഗിൾ ബിക്ക് എക്സ് എന്ന് കൊടുക്കാം. ലെറ്റ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി. ഇൻ ട്രയാങ്കിൾ, റൈറ്റ് ട്രയാങ്കിൾ ആണ്, ഇൻ ട്രയാങ്കിൾ ABD, let angle ABD equals x degree. അപ്പൊ ഇത് എത്ര? ഇവിടെ 90, ഇത് 90, പെർപെൻഡിക്കുലർ അല്ലേ. അപ്പൊ ആംഗിൾ BDA ഈക്വൽസ് 90 ഡിഗ്രി ഗിവൺ തന്നിട്ടുണ്ട്, പെർപെൻഡിക്കുലർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ആംഗിൾ നമുക്ക് കിട്ടത്തില്ല. ഈ ആംഗിൾ BAD. Therefore, angle BAD equals, എന്താണ്? Sum of 3 angles of a triangle is 180 degree. അങ്ങനെ നമുക്ക് 180 ന്ന് ഇത് 2 ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യാം. 180 മൈനസ് എക്സ് പ്ലസ് 90 എക്സ് ഡിഗ്രി ആണ്. എന്താണ്? ആംഗിൾ സം പ്രോപ്പർട്ടി. ആംഗിൾ സം പ്രോപ്പർട്ടി. Angle sum property of a triangle. Property of a triangle. അപ്പൊ ഇങ്ങോട്ടായിരുന്നു എഴുതേണ്ട, സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് എഴുതുന്നേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്കൊക്കെ ആംഗിൾ BAD ഈക്വൽസ് 180 മൈനസ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത്, മൈനസ് എക്സ് മൈനസ് പ്ലസ് മൈനസ് 90 ഈക്വൽസ് 180 മൈനസ് ഈ 90 ഇപ്പുറത്തോണ്ട് വരുന്ന മൈനസ് 90 മൈനസ് എക്സ്. 180 മൈനസ് 90 എത്ര വരും? 90 മൈനസ് എക്സ്. അപ്പൊ 90 ഡിഗ്രി മൈനസ് എക്സ് ഡിഗ്രി. ആംഗിൾ BAD നമുക്ക് കിട്ടി 90 മൈനസ് എക്സ് ഡിഗ്രി. ഇങ്ങനെ അങ്ങ് എഴുതാം. ഈക്വൽ ടു 90 മൈനസ് എക്സ് ഡിഗ്രി. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ആംഗിൾസ് ഏതൊക്കെ കിട്ടി? എക്സ് 90 മൈനസ് എക്സ്. ഇനി നമുക്ക് അടുത്ത ട്രയാങ്കിൾ എടുക്കാം. ADC. ഇൻ ട്രയാങ്കിൾ ADC 90 അല്ലേ. ആംഗിൾ ADC ഈക്വൽസ് 90 ഡിഗ്രി ഗിവൺ. ഇവിടെ നോക്കിയേ, ഇത് മൊത്തം എ എന്ന് പറഞ്ഞാൽ ബിഗ് ട്രയാങ്കിൾ ആംഗിൾ എത്ര? 90 എന്നാണ് നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചത്. ഈ ആംഗിൾ നമുക്ക് കിട്ടിയാൽ എത്ര? 90 മൈനസ് 6. എത്ര? 90 മൈനസ് 6. അപ്പൊ ഈ ആംഗിൾ കിട്ടത്തില്ലേ?
90 minus 90 minus 6. Angle DAC equals 90 minus 90 minus 6. കാരണം എന്താണ്? Since angle BAC equals 90 degree. Given. തന്നിട്ടുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ എടുത്തത് 90 minus 90 minus 6 equal to bracket open ചെയ്യുമ്പോൾ 90 minus 90 minus minus plus 6. ഇത് ഞാൻ കട്ട് ചെയ്ത് പോകത്തില്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? x ഡിഗ്രി എന്ന് കിട്ടും. ആംഗിൾ DAC equals x ഡിഗ്രി. അപ്പൊ ഇവിടെ ഒരെണ്ണം 90 കിട്ടി, ഇവിടെ x ഡിഗ്രി കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? മൂന്നും കൂടെ 180 അല്ലേ? Therefore angle ACD equals 180 minus 90 plus x equals 180 minus open ചെയ്യുമ്പോൾ minus 90 minus plus minus 180 minus 90 minus 6. അപ്പോൾ ഇത് എത്ര കിട്ടും? 180 minus 90 is 90 minus x. 90 minus 6 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ എല്ലാ ആംഗിൾ ആയില്ലേ? അപ്പം ആദ്യത്തെ ട്രയാങ്കിളും ഈ ആംഗിൾസ് ഒക്കെയാണ് കിട്ടിയത്, രണ്ടാമത്തെ ട്രയാങ്കിളും ഈ ആംഗിൾസ് ഒക്കെയാണ് കിട്ടിയത്. രണ്ട് ട്രയാങ്കിളിലെയും ആംഗിൾസ് എടുത്തേക്കാം. ഇൻ ട്രയാങ്കിൾ ABD, ആംഗിൾ ABD equals x degree, angle BDA equals 90 degree, angle BAD equals 90 minus x degree. Okay. ഇനി അടുത്ത മറ്റേ ട്രയാങ്കിളോട് എഴുതാം. ഇൻ ട്രയാങ്കിൾ ADC, angle ADC equals 90 degree. പിന്നെ angle DAC equals x degree. Angle ACD equals 90 minus x degree. അപ്പോൾ മൂന്ന് ട്രയാങ്കിളിലും ഈക്വൽ ആംഗിൾസ് ആണ് നമുക്ക് കിട്ടി. Therefore ആംഗിൾ ABD equals രണ്ടിൽ x ഉള്ളത് ഏതാ? ആംഗിൾ DAC equals x. ആംഗിൾ BDA equals angle ADC equals 90 degree. Angle BAD equals angle ACD equals 90 minus x degree. Therefore, we can say that therefore these two small triangles have equal angles. Triangles have equal angles. രണ്ടാമത്തെ പാർട്ട് എന്ത് തന്നിട്ടുണ്ട്? AD equals h എന്ന് തന്നിട്ടുണ്ട്. എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് ദാറ്റ് h/2 equals 3/h. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. h/2 equals 3/h. ഇതിനെ നമുക്ക് ആംഗിൾസ്, ഈ രണ്ട് ട്രയാങ്കിളിലും ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാം? triangles are similar triangles. These triangles are similar. Similar triangles ആണെങ്കിൽ എന്താണ്? Equal angles in the opposite side. Equal angles in the opposite sides are in the same
റേഷ്യോ. അതായത് ആംഗിൾസ് sides opposite to equal angles are in same ratio in similar triangles. Equal angles in the opposite side. അപ്പം ആദ്യം h/2 എന്നാണ് നമുക്ക് ഈ ട്രയാങ്കിൾ എടുക്കാം. രണ്ട് ട്രയാങ്കിളിലെയും ഈക്വൽ ആംഗിൾസ് ആണ് എഴുതിയിരിക്കുന്നത്. ആദ്യം ഈ ട്രയാങ്കിൾ എടുത്ത് രണ്ടാമത് ഈ ട്രയാങ്കിൾ എടുത്ത് നോക്കിയേ. DAC ഈക്വൽ ടു ആംഗിൾ ABD ഈക്വൽസ് എക്സ്, ACD ഈക്വൽസ് BAD ഈക്വൽസ് 90 മൈനസ് എക്സ്. ഇനി നമുക്ക് ഇത് ഈക്വൽ ആംഗിൾസ് അല്ലേ, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആർ ഇൻ ദ സെയിം റേഷ്യോ. ഇപ്പം DACയുടെ ഓപ്പോസിറ്റ് സൈഡ് DACയുടെ ഓപ്പോസിറ്റ് സൈഡ് DC. ആദ്യത്തെ നമുക്ക് എഴുതാം DC ബൈ ABD. ABD ഓപ്പോസിറ്റ് സൈഡ് AD ഈക്വൽ ടു, ഇനി അടുത്ത ആംഗിൾ ACD. ACDയുടെ ഓപ്പോസിറ്റ് സൈഡ് AD by BAD. BADയുടെ ഓപ്പോസിറ്റ് സൈഡ് BD. They are in the same ratio since the triangles are similar. ഇനി നമുക്ക് വാല്യൂ കൊടുക്കാം. DC എത്ര? 3. 3 by, that is ഇവിടെ എഴുതാം 3 by AD എത്ര? H equal to AD H by. ഇത് തന്നെയല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഞങ്ങൾ തിരിച്ചങ്ങോട്ട് എഴുതിയാൽ മതി. ദറ്റ് ഈസ് h/2 ഈക്വൽസ് 3 by, നമുക്ക് ആൻസർ കിട്ടി. അപ്പൊ ഇവിടെ എന്താ, അപ്പം ഇവിടെ വേണ്ടത് സിമിലർ ട്രയാങ്കിൾസിന്റെ പ്രോപ്പർട്ടി ആണ്. സൈഡ്സ് ഓപ്പോസിറ്റ് ടു equal angles. Equal angles are in the same ratio. Are in the same ratio. അതുകൊണ്ടാണ് നമ്മൾ ഈ റേഷ്യോ എഴുതിയത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പാർട്ട് കഴിഞ്ഞ് മൂന്നാമത്തെ പാർട്ട് അതിൽ നമ്മൾ രണ്ടാമത്തെ ഒരു റിലേഷൻ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു അല്ലെ. h/2 ഈക്വൽ 3 by. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടും? h² is equal to 2 into 3. h² is equal to 6. h² is equal to 6. Therefore h is equal to √6 centimeter. ഇനി ട്രയാങ്കിൾ, ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കാം, എന്നിട്ട് ABയും ACയും കണ്ടുപിടിക്കുക. ഇൻ ട്രയാങ്കിൾ ABD by Pythagoras theorem, hypotenuse square, AB square, base square, BD square plus AD square. Hypotenuse square is equal to base square plus altitude square. BD is equal to 2 square plus √6 square. 2 square എന്ന് പറയുമ്പോൾ 4 പ്ലസ് √6ന്റെ സ്ക്വയർ 6, 10 സെന്റിമീറ്റർ എന്ന് കിട്ടും. AB സ്ക്വയർ 10 സെന്റിമീറ്റർ. അപ്പൊ AB എത്ര? AB is equal to √10 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇനി അടുത്ത ട്രയാങ്കിൾ അതിവിടെ എഴുതാം. ഇൻ ട്രയാങ്കിൾ ACD, അവിടെയും പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണം. ബൈ പൈതഗോറസ് തിയറം hypotenuse square is equal to base square plus altitude square equal DC 3 square plus AD √6 square equal 9 plus 6 equal 15. Therefore AC equal √15 centimeter എന്ന് കിട്ടും. അപ്പം വലിയ ത്രികോണത്തിന്റെ രണ്ട് സൈഡും നമുക്ക് കിട്ടി. അപ്പം ഇത് ഇവിടെ പൈതഗോറസ് തിയറം ഒന്നും എഴുതിയിട്ടില്ല, പക്ഷേ പൈതഗോറസ് തിയറം ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ പാർട്ട്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ആൻസർ ഇങ്ങനെ എഴുതാം. Therefore length of the perpendicular
perpendicular sides, lengths of the perpendicular sides of the original triangle. ആദ്യത്തെ triangle A root 10 centimeter and root 15 centimeter. Okay. ഇനി നമുക്ക് നാലാമത്തെ പാർട്ടിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് h square is equal to AB. ഈ 2 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ വരെ എയും ബിയും കൊടുക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ AD h തന്നെയാണ്. അപ്പൊ നമ്മൾ നേരത്തെ രണ്ടാമത് നമ്മൾ പ്രൂവ് ചെയ്തല്ലേ h/2 is equal to 3/h. അതനുസരിച്ച് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാം. അപ്പം in triangles with the same angle, sides opposite equal angles are in the same ratio. അതനുസരിച്ചാണ് ചെയ്യുന്നത്. In triangles with the sides opposite to equal angles are in the same ratio. Okay. അതെ, രണ്ട് ട്രയാങ്കിളും എക്സ് ഡിഗ്രിക്കും 90 - x ഡിഗ്രിക്കും ഓപ്പോസിറ്റ് സൈഡ് എഴുതാം. ഇൻ ട്രയാങ്കിൾ ABD എക്സ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് AD, 90 - x ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് BD. ഇൻ ട്രയാങ്കിൾ ACD എക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് DC. ഇങ്ങോട്ട് നീക്കി എഴുതാം. ഇവിടെ 90 - x ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് AD. അപ്പം എന്താണ് പറഞ്ഞിരിക്കുന്നത്? given that BD equals A and DC equals B. അപ്പം BDക്ക് A എന്നും DCക്ക് B എന്നും കൊടുക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ മുകളിലോട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം റേഷ്യോ എടുത്ത് AD/DC equals BD/AD. അപ്പം വെള്ളിയൊക്കെ നമുക്ക് കൊടുക്കാം. AD എന്താണ്? AD is equal to H അല്ലേ? അപ്പൊ ADക്ക് H എന്നും H/DC എന്താണ്? DC is equal to B equals BD is equal to A/H. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. H into H equals H square. H into H equals A into B. That is H square is equal to AB. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഹെൻസ് പ്രൂവ്ഡ്. അങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്ത് റേഷ്യോ എടുത്ത് പ്രൂവ് ചെയ്തു. ഹെൻസ് പ്രൂവ്ഡ്. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 2 മൊത്തം തീർന്നിരിക്കുകയാണ്. അത് 4 പാർട്ട് ഉണ്ടായിരുന്നു. നമ്മൾ 4 ചെയ്ത് കഴിഞ്ഞു. വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ അടുത്ത ചോദ്യവുമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.